പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ ഉപജില്ലാ കലോത്സവങ്ങളിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി സംഘടിപ്പിച്ച ചടങ്ങ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലാടിസ്ഥാനത്തിൽ യോഗമിച്ച് കൂട്ടിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വലിയൊരു പുരസ്കാരം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് മാറ്റം വളരെ ദീർഘമായി പറയേണ്ടായി. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൻ്റെ അകത്തുള്ളത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന ആദ്യമായി എഴുതി ചേർത്ത അംഗീകാരം, ലോകത്തിൽ തന്നെ അംഗീകാരമുള്ള BR അംബേദ്കറുടെ പേര് നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായി കലാ സാംസ്കാരിക രംഗത്ത് ദേശീയ അടിസ്ഥാനത്തിൽ വലിയൊരു സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങൾക്കായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു കേന്ദ്ര ബിന്ദു വർക്ക് ചെയ്യുന്നത് ഡൽഹിയിലാണ്. സന്തോഷ് മാഷിനെ സംബന്ധിച്ച് നമുക്കറിയാം, എൻ്റെ ആളുടെ ചെറുപ്പത്തിലെ തന്നെ നൃത്ത പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലും കുട്ടികളെ അഭ്യസിപ്പിക്കുന്നതിലും സ്വയം പരിശീലിക്കുന്നതിലും അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഈ സമൂഹത്തിൻ്റെ ഭാഗമാകാനായിട്ട്, നിശബ്ദമായിട്ട് ഭാഗമായിട്ട് പോകാനായിട്ടാണ്. സ്കൂളുകളൊക്കെ പരിശോധിച്ചറിയാം. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള കേരളത്തിലെ തന്നെ എല്ലാ സ്കൂളുകളിലും അദ്ദേഹത്തിൻ്റെ നേതൃ സാന്നിധ്യമുണ്ട്. നമ്മളറിയാതെ പോകണം, പലതും നമ്മളറിയാതെ പോകുന്ന ചില കാര്യങ്ങൾ പറയാൻ കാരണമാണ് നമ്മളറിയാതെ പോകുന്ന ഘട്ടങ്ങളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ധാരാളം കുഞ്ഞുങ്ങൾ അതിൻ്റെ പ്രതിഭകൾ പങ്കുവെക്കുക, സ്വന്തം കഴിവുകൾ മാത്രമായിട്ട് നിലനിൽക്കല്ല, അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകുക, അവരെ നമ്മോടൊപ്പം ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ ഡോക്ടർ BR അംബേദ്കർ ദേശീയ പുരസ്കാരത്തിന് അർഹനായ TV സന്തോഷിനെ അനുമോദിച്ചു. AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MK റിയാസ്, PB സുധീർ, VP ധനലക്ഷ്മി, സജീവൻ മുളങ്ങിൽ എന്നിവർ സംസാരിച്ചു.